മോഷണക്കുറ്റം ആരോപിച്ച് അപമാനിച്ചതിൽ മനംനൊന്ത് യുവതി ജീവനൊടുക്കിയെന്ന് പരാതി. കാസർഗോഡ് നാലത്തടുക്ക സ്വദേശി ജസീലയാണ് വിഷം കഴിച്ച് ചികിത്സയിലിരിക്കെ മരിച്ചത്. ജസീല പോലീസിൽ നിന്ന് നേരിട്ടത് ക്രൂരമായ മാനസിക പീഡനമെന്നും വനിതാ ഉദ്യോഗസ്ഥർ ഇല്ലാതെയാണ് ചോദ്യം ചെയ്തതെന്നും കുടുംബം ആരോപിച്ചു. വിഷം കഴിക്കും മുൻപ് ജസീല ചിത്രീകരിച്ച വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മാൻ്റെ ഗോൾഡ് മിസ്സായി. ഞാൻ എടുത്തുന്നാ പറയുന്നത്. ഞാൻ എടുത്തിട്ട് പോലും കരയത്ത് പോലും അങ്ങനത്തെ ഒരു സ്വർണ്ണം ഉള്ളത് പോലും. സുഹൃത്തിന്റെ അമ്മയുടെ 9 പവന്റെ മാല മോഷ്ടിച്ചെന്ന പരാതിക്ക് പിന്നാലെയാണ് നാലത്തടുക്ക സ്വദേശിയായ ജസീലയെ പോലീസ് ചോദ്യം ചെയ്തത്. എന്നാൽ താൻ നിരപരാധിയാണെന്നും സ്വർണം എടുത്തിട്ടില്ലെന്നും അറിയിച്ച് മരിക്കുന്നതിന് മുൻപ് ജസീല വീഡിയോ ചിത്രീകരിച്ചിരുന്നു. എന്നെ എന്തിനിങ്ങനെ നാണം കെടുത്തിയത്? എന്റെ മക്കൾക്ക് ജീവിക്കാൻ കഴിയാ, തലത്ത് നടക്കാൻ പറ്റുമോ? ഒന്നും പറ്റൂലല്ലോ. പരസ്യമായി അപമാനിക്കപ്പെട്ടതിന്റെ മനോവിഷമത്തിലാണ് ജസീല ജീവൻ ഒടുക്കിയതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പോലീസ് സ്റ്റേഷനിൽ വെച്ച് വനിതാ ഉദ്യോഗസ്ഥരില്ലാതെ യുവതിയെ ചോദ്യം ചെയ്തെന്നും മാനസികമായി പീഡിപ്പിച്ചെന്നും കുടുംബം പറയുന്നു. ആലൂർ പോലീസ് വിളിപ്പിച്ചിന്. എന്നുവെച്ചാൽ ഞാനും ഓളും പോയിട്ടാകുമ്പോൾ ഓളൊരു റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കാൻ കഴിയും, ഞാൻ പൊന്നെടുത്തിത്താ എന്നെ പോലെ. അപ്പോൾ പോലീസ് ഓള് പറഞ്ഞ് റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കാൻ കഴിയില്ല, നീ എന്നെ എടുത്തിനെ. ഓളാടെ തന്നെ കരിഞ്ഞിട്ട് ബേജാറാക്കി. അപ്പം ഞാനും കേട്ട് പോലീസ് നായനെല്ലാം കൊടുന്നെങ്കിൽ തെളിയല്ലേ. അപ്പോൾ പറഞ്ഞ് പോലീസ് നായനെ കൊണ്ടുവരാൻ കഴിയല, അത് അന്ന് തന്നെ കൊണ്ടുവരണം ചെയ്ത്. പിന്നെ ഓർമ്മത്തിടുന്ന ഓള് ഭീഷണിപ്പെടുത്തി, ഓളൊരു വത്തുപ്പെടുത്തി അറിയാലോ. ഇങ്ങോട്ട് കള്ളപ്പേര് വരുമ്പോൾക്ക് ബേജാറായി. പിന്നെ വേറെ എന്തെല്ലാം ഈ പെരക്കാരെന്തെല്ലാം ഇയാളെ പറ്റിയിട്ട് ഉണ്ടാക്കി, പൊട്ടിപ്പേരെല്ലാം പറഞ്ഞിട്ട് ഇതെല്ലാം ഉണ്ടാക്കി. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലൊക്കെ വീടിൻ്റെ അടുത്ത് മൂട്ടിട്ട് നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാക്കി, സഹിക്കാൻ കഴിയായിട്ട് ഓളെ മരിച്ചത്. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ജസീലയെ അപമാനിക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നെന്നാണ് ആരോപണം. ജസീലയുടെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് വിദ്യാനഗർ പോലീസ് കേസെടുത്തു. ബന്ധുക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച വീടിനുള്ളിൽ എലിവിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയ ജസീല കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ന്യൂസ് മലയാളം, കാസർഗോഡ്.